ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പഴയൊരു സാരിയുടെ ചെറിയൊരു പീസ് നമ്മുടെ കയ്യിൽ ഇരുന്നായിരുന്നു കേട്ടോ. അത് വെച്ചിട്ടൊരു അടിപൊളി ബാഗാണ് ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ ഈ ഒരു തുണി മുഴുവനായിട്ട് വേണ്ട കേട്ടോ, അതിൽ നിന്നൊരു ചെറിയ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു തുണിയുടെ നീളവും വീതിയും എത്രയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നീളം വരുന്നത് 24 ഇഞ്ചാണ് കേട്ടോ. നമ്മളിവിടെ എടുത്തതിൽ 24 ഇഞ്ചിനേക്കാളും ഒരു അര ഇഞ്ച് കൂടുതലുണ്ട്. ആ ഒരു അര ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നീളം എടുക്കുമ്പോൾ 24 ഇഞ്ച് എടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബാഗിന് നീളം മാർക്ക് ചെയ്തതിൻ്റെ പകുതി കണ്ടിട്ട് വേണം കേട്ടോ വണ്ണം മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ നീളം എടുത്തിട്ടുള്ളത് 24 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 12. അപ്പോൾ നമ്മുടെ ബാഗിന് വണ്ണം എടുക്കുമ്പോൾ നമ്മൾ 12 ഇഞ്ചാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവിലാണ് തുണി എടുത്തിട്ടുള്ളത്. നമ്മുടെ ബാഗിന് ഇതിനേക്കാളും വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ബാഗ് തയ്ച്ചെടുക്കുമ്പോൾ ബാഗിന് നല്ല കട്ടി കിട്ടാനും അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കട്ട് ചെയ്തെടുത്ത തുണിയുടെ അളവിന് ക്യാൻവാസ് കട്ട് ചെയ്ത് തയ്ച്ചെടുക്കാം കേട്ടോ. ക്യാൻവാസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കവറുകളായാലും മതി കേട്ടോ വെച്ച് തയ്ക്കാനായിട്ട്. ചെറിയ കവറാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു സൈഡ് ഭാഗം താഴ്ഭാഗം കട്ട് ചെയ്തിട്ട് ഇതേപോലെ നീളം കൂട്ടിയെടുക്കാം കേട്ടോ. ഇതേപോലെ നീളത്തിലെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു തുണിയുടെ മേൽഭാഗത്ത് വെച്ചിട്ടൊന്ന് വലിയ കാണിയിട്ടിട്ട് തയ്ച്ചെടുക്കാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇതേപോലെ സൈഡ് ഭാഗത്തേക്ക് കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടാവും. ആ ഒരു ഭാഗം തയ്ച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ നമുക്ക്. കവറും നമ്മുടെ കയ്യിലുള്ള ആ ഒരു കട്ട് ചെയ്ത തുണിയും തമ്മിൽ കൂട്ടി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കറക്റ്റായിട്ട് ഇതേപോലെ നടുമടക്കി വെക്കാം കേട്ടോ. നടുമടക്കിയിട്ട് ഇതിൻ്റെ ആ ഒരു തെറ്റത്ത് അളവ് മാർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതേപോലെ വെച്ചതിൻ്റെ ശേഷം ഓപ്പൺ ആയിരിക്കുന്ന ഭാഗം നമ്മൾ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വെക്കാം കേട്ടോ. മടക്ക് വരുന്നത് നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് കേട്ടോ. എന്നിട്ട് മേലെന്ന് താഴോട്ട് ഒരു 5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗം കറക്റ്റ് നേരെ വരച്ചിട്ട് അതിൻ്റെ ഒരു തെറ്റത്ത് കേട്ടോ ആ ഒരു ഓപ്പൺ ആയിരിക്കുന്ന ഭാഗത്ത് 1 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു 1 ഇഞ്ച് ഇതേപോലെ നേരെ വരച്ചെടുക്കാം കേട്ടോ. സൈഡ് ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ വരച്ചില്ലേ, അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്നിട്ട് മേൽഭാഗത്തേക്ക് ഇതേപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്യുക. അതിന് ശേഷം ഇതേപോലെ ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ നേരെ കട്ട് ചെയ്ത് വന്നിട്ട് താഴ്ഭാഗം എത്തുമ്പോൾ കറക്റ്റ് പിന്നെ ആ ഒരു സൈഡിലേക്ക് നേരെ കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇരിക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതേ, നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ തുണിയുടെ നീളം വീതിയിൽ തന്നെ നമ്മളൊരു ലൈനിങ് തുണിയും കൂടി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ലൈനിങ് തുണിയുടെ മേൽഭാഗത്ത് ഇത് വെച്ചിട്ട് വേണേ ഒന്ന് തയ്ച്ചെടുക്കാനായിട്ട്. ഇനി തയ്ക്കുമ്പോൾ നമുക്കിത് മറച്ചിടാനായിട്ട് നമുക്ക് കൈ കടത്തി വെച്ചിട്ട് ഒന്ന് തിരിച്ചിടാനായിട്ടുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ മാർക്ക് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്ത് നിന്നിട്ട് തയ്ച്ച് തുടങ്ങി ഇതിൻ്റെ മൊത്തം ഭാഗം തയ്ച്ചെടുക്കാം. ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ മൊത്തത്തിൽ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി നിൽക്കുന്ന ആ ഒരു തുണീനൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ കട്ട് ചെയ്തതിൻ്റെ ശേഷം നമുക്കിനി ചെയ്യാനുള്ളത് സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് വിട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, അവിടെ അതുപോലെ വിട്ടിട്ട് കൊടുത്തില്ലെങ്കിലേ നമുക്കത് തിരിച്ചിടുമ്പോൾ വൃത്തിയായിട്ട് നിൽക്കില്ല. ഈ ഒരു റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്ത ഭാഗത്തും കൂടി നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതേ രീതിക്ക് ഇതിനെ തിരിച്ച് നല്ല ഭാഗത്തിനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരണം കേട്ടോ. അവർ തയ്ച്ചിട്ടുള്ള ചീത്ത ഭാഗം ഇപ്പോൾ ഉള്ളിലോട്ട് പോയിട്ടോ. ഇനി ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് അവിടെ നിൽക്കുന്നുണ്ടാവും. ആ ഒരു ഭാഗത്ത് നമുക്ക് ഇതേപോലെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പതിച്ച് തയ്ക്കാം കേട്ടോ മൊത്തത്തിൽ. അപ്പോൾ ആ ഒരു ഭാഗം മൊത്തത്തിൽ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തുണിയിൽ നമുക്ക് ബാഗിന് പോക്കറ്റ് വേണമല്ലോ, ആ ഒരു പോക്കറ്റൊക്കെ നമുക്ക് തയ്ച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗം നമ്മളിത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചോക്ക് വെച്ചിട്ട് അടയാളപ്പെടുത്തുന്നുണ്ടേ. ഇനി നമ്മൾ 2 പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
ഈ 2 തുണിയുടെ നീളവും വീതിയും നോക്കേണ്ടതേ നമ്മൾ തയ്ക്കുന്ന ഈ ഒരു ബാഗ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന തരത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 4 സൈഡും നമുക്കൊന്ന് ഉള്ളിലേക്ക് വെച്ചിട്ട് തയ്ച്ചെടുക്കാം. രണ്ട് പീസ് തുണിയുടെയും സൈഡ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ആ ഒരു പീസിനെ നമ്മൾ ഇതേപോലെ വെച്ചിട്ട് നമുക്കിതിൻ്റെ 3 സൈഡ് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇതേ രീതിക്ക് താഴ്ഭാഗത്തും നമ്മൾക്ക് പോക്കറ്റ് തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 സൈഡിലും നമ്മൾ പോക്കറ്റ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ശേഷം ഇതേപോലെ മടക്കി വെക്കാം കേട്ടോ. മടക്കി വെച്ചിട്ട് താഴ്ഭാഗത്ത് ഇതേപോലെ 1 ഇഞ്ച് നീളവും വീതിയും നമുക്ക് മാർക്ക് ചെയ്തെടുത്തിട്ട് അതൊരു ചെറിയ സ്ക്വയർ ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ. ഇതേപോലെ 1 ഇഞ്ച് നീളവും വീതിയും ഈ ഒരു ഭാഗത്തും നമ്മൾ മാർക്ക് ചെയ്ത് സ്ക്വയർ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. രണ്ട് സൈഡും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉൾഭാഗത്തൊക്കെ ഇതേപോലെ നൂല് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കൈയോടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം നമുക്കിതിനെ തിരിച്ച് വെച്ചിട്ട് വേണേൽ തയ്ക്കാനായിട്ട്. നമ്മൾ വള്ളി കട്ട് ചെയ്ത് തയ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വള്ളിയുടെ നീളം വരുന്നത് 44.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയും നീളം വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടിയും കുറച്ചും നമ്മുടെ ഇഷ്ടത്തിന് മാറ്റം വരുത്താവുന്നതാണ്. ഈ ഒരു വള്ളി നമ്മൾ അവസാനമാണ് കേട്ടോ തയ്ച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കതിനവിടെ മാറ്റി വെച്ചിട്ട് നമുക്കിനി ഇതിൻ്റെ ബാഗിൻ്റെ ബാക്കിയുള്ള പണികൾ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ബാഗിൻ്റെ സൈഡ് ഭാഗം നമുക്കൊന്ന് തയ്ച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ചീത്ത ഭാഗം, അതായത് നമ്മൾ പോക്കറ്റ് വെച്ച് തയ്ച്ച ഭാഗം ഉണ്ടല്ലോ അതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ മടക്കി വെക്കുക. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗത്തൂടെ തയ്ച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇപ്പോൾ ഒരു സൈഡ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗം കൂടിയിട്ട് നമ്മളൊന്ന് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സ്ക്വയർ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ ആ ഒരു മേൽഭാഗത്തേക്കാണ് കേട്ടോ അങ്ങനെ തയ്ച്ചെടുക്കേണ്ടത്. 2 സൈഡും നമ്മൾ ഇതേപോലെ തയ്ച്ചെടുത്തതിൻ്റെ ശേഷം താഴ്ഭാഗത്ത് നമ്മൾ സ്ക്വയർ ഷേപ്പിന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ഭാഗം ഇതേപോലെ പിടിക്കുക കേട്ടോ. അതിന് ശേഷം ആ ഒരു ഭാഗത്ത് നമുക്കൊന്ന് നേരെ തയ്ച്ചെടുക്കാനുണ്ട്. രണ്ട് സൈഡും നമ്മളിതേ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് ഉള്ളിലേക്ക് ആക്കിയിട്ട് നല്ല വശം പുറത്തേക്ക് ആക്കി എടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് തിരിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരു ബാഗിൻ്റെ ചീത്ത ഭാഗം ഉള്ളിലോട്ട് പോയിൻ്റെ നല്ല ഭാഗം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ബാഗിൽ മെയിനായിട്ട് ചെയ്തെടുക്കാനുള്ളത് അതിൻ്റെ വള്ളി തയ്ച്ചെടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചീത്ത വശത്തേക്ക് ഇതേപോലെ 2 സൈഡിലും ആ ഒരു വള്ളിയുടെ തെറ്റുഭാഗം വെച്ചിട്ട് ഒന്ന് തയ്ച്ചെടുക്കുക. ബാഗിൻ്റെ സൈഡ് ഭാഗത്ത് ഇതേ രീതിയിൽ വള്ളി തയ്ച്ച് പിടിപ്പിക്കുമ്പോഴാണ് കേട്ടോ ആ ഒരു ബാഗ് നമ്മൾ ഇട്ട് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കുന്നത്. സൈഡ് ഭാഗത്ത് വേറെ രീതിയിലൊക്കെ വള്ളി വെച്ച് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് നിൽക്കില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ട് വള്ളി തയ്ച്ച് പിടിപ്പിക്കുക. ബാഗിന് വേറെ നമ്മൾ സിബൊന്നും വെച്ച് തയ്ച്ച് പിടിപ്പിച്ചിട്ടില്ല കേട്ടോ. അത് കാരണം ഈ ഒരു ബാഗ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പ്രസ് ബട്ടൺ വെച്ചിട്ട് നമുക്കൊന്ന് തുന്നിയെടുക്കാം. പിന്നെ ഈ ഒരു ബാഗിനെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് അതിൻ്റെ ഒരു ബ്ലാക്ക് തുണി വെച്ചിട്ട് ചെറിയൊരു ബട്ടർഫ്ലൈ പോലെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ തയ്ച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളിൽ 2 പോക്കറ്റൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ ഇന്ന് നമ്മൾ തയ്ച്ച് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഭാഗമൊക്കെ നല്ല വൃത്തിയിൽ തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. വേണ്ടാതെ മാറ്റി വെച്ചിട്ടുള്ള തുണികളൊക്കെ ഉണ്ടെങ്കിലേ അപ്പോൾ ഇതുപോലത്തെ ബാഗൊക്കെ ഒന്ന് തയ്ച്ച് നോക്കാം കേട്ടോ. അപ്പോൾ തയ്ക്കാൻ അധികം അറിയാത്തവരാണെങ്കിൽ പോലും ഇതുപോലെയുള്ള ബാഗുകൾ നല്ല എളുപ്പത്തിൽ തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വീണ്ടും വരുന്നതാണ് കേട്ടോ.
നല്ല ഭംഗിയില്ലേ നമ്മുടെ ഈ ഒരു ബാഗ് കാണാനായിട്ട്. നല്ല ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റിയിട്ടുള്ള ബാഗും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു വട്ടം ഇതേപോലെ ഒന്ന് തയ്ച്ച് നോക്കാം നമ്മുടെ എല്ലാ കൂട്ടുകാരും.